നമസ്കാരം. ഗ്ലോബൽ സമയത്തിലേക്ക് സ്വാഗതം. ലോകമെമ്പാടുമുള്ള അമേരിക്കയുടെ നയതന്ത്ര ഇടപാടുകൾ നിയന്ത്രിക്കുന്ന ഒന്നാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്. എന്നാൽ അവിടെ പിരിച്ചുവിടൽ നടപടികൾ നടക്കുന്നതായാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഒരു വശത്ത് പുതിയ നിയമനത്തിനായി ഭരണകൂടം ശ്രമിക്കുമ്പോൾ തന്നെ മറുവശത്ത് 250ഓളം ഫോറിൻ സർവീസ് ഓഫീസർമാരെ പിരിച്ചുവിടാനുള്ള നടപടികൾ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പൂർത്തിയാക്കിയിരിക്കുകയാണ് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. US ഫെഡറൽ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്ന റിഡക്ഷൻ ഇൻ ഫോഴ്സ് നടപടിയുടെ ഭാഗമായാണ് ഈ തീരുമാനം. എന്തുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുന്നത്? ഇതിന് പിന്നിലെ രാഷ്ട്രീയവും ഭരണപരവുമായ കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് തങ്ങളുടെ ഫോറിൻ സർവീസ് വിഭാഗത്തിൽ നിന്ന് 250ഓളം ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിനായുള്ള അവസാന വിജ്ഞാപനം ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ വർഷം മുതൽ ആരംഭിച്ച വിപുലമായ പുനഃസംഘടനയുടെ ഭാഗമായാണ് ഈ നടപടി. സിവിൽ സർവീസ് ജീവനക്കാരെ നേരത്തെ തന്നെ ഒഴിവാക്കിയിരുന്നു. എങ്കിലും വിദേശകാര്യങ്ങളിൽ വൈദഗ്ധ്യമുള്ള ഫോറിൻ സർവീസ് ഓഫീസർമാരെ ഒഴിവാക്കുന്നത് ഇത്ര വലിയ തോതിൽ നടക്കുന്നത് ഇത് ആദ്യമായിട്ടായിരിക്കും. റിപ്പോർട്ടുകൾ പറയുന്നത് ഒരു വശത്ത് ആളുകളെ പിരിച്ചുവിടുമ്പോൾ തന്നെ മറുവശത്ത് പുതിയ ഉദ്യോഗസ്ഥരെ നിയമിക്കാനുള്ള ശ്രമങ്ങളും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്നു എന്നതാണ്. ഭരണകൂടത്തിന്റെ പുതിയ നയങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെ നിയമിക്കാനാണ് ഈ നീക്കമെന്ന് വിമർശകർ ആരോപിക്കുന്നു. അമിതമായ ഉദ്യോഗസ്ഥരെ കുറയ്ക്കാനാണ് ഈ നടപടിയെന്നാണ് ഡിപ്പാർട്ട്മെന്റിന്റെ ഔദ്യോഗിക വിശദീകരണം. എന്നാൽ പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരെ ഒഴിവാക്കി പുതിയ ആളുകളെ നിയമിക്കുന്നത് അമേരിക്കയുടെ വിദേശ നയത്തെ ബാധിക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഈ പിരിച്ചുവിടൽ നടപടികൾ അത്ര സുഗമമായിരിക്കുന്നില്ല എന്നാണ് പലരും പറയുന്നത്. കോൺഗ്രസ് പാസാക്കിയ താൽക്കാലിക ബജറ്റ് പ്രകാരം ജനുവരി വരെ പിരിച്ചുവിടലുകൾക്ക് വിലക്കുണ്ടായിരുന്നു. എന്നാൽ ഈ വിലക്ക് മറികടന്നാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ടു പോയത്. ഇതിനെതിരെ ഉദ്യോഗസ്ഥ സംഘടനയായ AFSA കോടതിയെ സമീപിച്ചു. സാൻ ഫ്രാൻസിസ്കോയിലെ ഒരു ഫെഡറൽ കോടതി ഈ പിരിച്ചുവിടലുകൾ താൽക്കാലികമായി തടഞ്ഞുകൊണ്ട് ഉത്തരവിട്ടിരുന്നു. പിരിച്ചുവിടൽ നോട്ടീസുകൾ ഒക്ടോബറിന് മുൻപ് അയച്ചതാണെന്നും അതിനാൽ വിലക്ക് ബാധകമല്ലെന്നുമാണ് ഡിപ്പാർട്ട്മെന്റിന്റെ വാദം. പെട്ടെന്നുണ്ടായ ഈ തീരുമാനം ഉദ്യോഗസ്ഥരെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. മെഡിക്കൽ അവധിയിലുള്ളവരും പ്രസവാവധിയിലുള്ളവരും വരെ പിരിച്ചുവിടൽപ്പെട്ടവരുടെ പട്ടികയിലുണ്ട് എന്നത് ഞെട്ടിക്കുന്ന കാര്യമാണ്. പലർക്കും തങ്ങളുടെ ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും പെൻഷൻ സാധ്യതകളും ഇതോടെ നഷ്ടമാകും. തൊഴിൽ വിപണിയിൽ പെട്ടെന്ന് മറ്റൊരു ജോലി കണ്ടെത്തുക എന്നത് ഇവർക്കും പ്രയാസകരമാണ്. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ കീഴിൽ വലിയ മാറ്റങ്ങളാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്നത്. വകുപ്പിലെ 300ഓളം ഓഫീസുകൾ ലയിപ്പിക്കാനോ ഇല്ലാതാക്കാനോ ഉള്ള നീക്കങ്ങളും നടക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഏകദേശം 3400 ജീവനക്കാരെ മൊത്തത്തിൽ കുറയ്ക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇതിൽ 45% ഘടനാപരമായ മാറ്റങ്ങളും ഉൾപ്പെടുന്നു. ഉദ്യോഗസ്ഥ തലത്തിലുള്ള അമിതമായ കടന്നുകയറ്റം ഒഴിവാക്കി നയതന്ത്രം കൂടുതൽ കാര്യക്ഷമമാക്കുകയാണ് ലക്ഷ്യമെന്ന് സർക്കാർ വാദിക്കുന്നു. US ഡിപ്ലോമസിയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കടന്നു പോകുന്നത്. വരും ദിവസങ്ങളിൽ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഈ വിഷയത്തിൽ കൂടുതൽ വിശദീകരണങ്ങൾ നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.